പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഞായറാഴ്ച പ്രിൻസ് ആൻഡ് ഫാമിലി കാണാൻ പോയി. നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം ദിലീപിൻ്റെ. കുറേ നാളുകൾക്ക് ശേഷമാണ് ദിലീപിൻ്റെ പടം കാണുന്നത്. ദിലീപിൻ്റെ നമ്മൾ ആദ്യത്തെ കോമഡികളൊക്കെ നമുക്കിതിൽ കുറേശ്ശെ കാണാൻ പറ്റും. അതായത് തനി ദിലീപ് ചിത്രം അല്ലാണ്ട് നമുക്ക് പക്വതയായിട്ടുള്ള ദിലീപിൻ്റെ ആ കോമഡി രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. നമുക്ക് സാധാരണക്കാരായ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നമ്മൾ പൈസ മുടക്കിയിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ആ പൈസ നമുക്ക് മുതലാവൂ ഇല്ലേ, അത് മാത്രമാണ് നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ പടം നമുക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അത് ഓരോരുത്തരുടെ മൈൻഡ് പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ച് പ്രിൻസ് ആൻഡ് ഫാമിലി ആ പടം കണ്ടപ്പോൾ എനിക്ക് 100% വളരെ ഇഷ്ടപ്പെട്ടു ഈ പടം. അതായത് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ആ പടം തുടങ്ങി അവസാനം വരെ നമുക്ക് ആസ്വദിക്കാനുള്ളൊരു പടം ഉണ്ട്. ആ പടത്തിനെ കുറിച്ചിട്ട് ചെറിയ ചെറിയ പോരായ്മകൾ നമുക്ക് തോന്നാം, എന്നാലും നമ്മൾ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പ്രമുഖ ഈ റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്, അവരുടെ റിവ്യൂ മാത്രം നമ്മൾ കാണാണ്ട് നമുക്ക് മൊത്തത്തിൽ എല്ലാവരും പറയുന്ന റിവ്യൂകളുണ്ടാവും. അതിൽ ചെറിയൊരു ശതമാനം പേര് മാത്രമേ ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു 75% പേരും ഈ പടത്തിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ഫാമിലികൾക്കും ഇഷ്ടമായിട്ടുള്ള പടം തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പടത്തിന്. നമ്മുടെ അടുത്ത പുറത്തുള്ള തിയേറ്ററിൽ പോയി നോക്കിയാൽ നമുക്കറിയാം, നൈറ്റ് ഷോയ്ക്കൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ എല്ലാ ഫാമിലികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണത്. അതിപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അതിപ്പോൾ ഓരോരുത്തരെ എങ്ങനെയാണെന്നറിയില്ല. ചിലർക്ക് തമാശ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് തമാശ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇടിപടങ്ങളായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഇടി കൂടുതലുള്ള പടമല്ല അത്. ഇതിൽ കൂടുതൽ തമാശയാണ് അതിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. പിന്നെ ദിലീപിൻ്റെ അങ്ങനെ വളിച്ച കോമഡികളൊന്നും അധികമില്ല. നമുക്കത് സിറ്റുവേഷന് ഉള്ള കോമഡികൾ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ബോറൻ കോമഡികളായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത്. അതിലിപ്പോൾ ദിലീപായാലും ധ്യാൻ ശ്രീനിവാസനൊക്കെ കുറച്ച് നേരമുള്ളൂ അതിൽ, എന്നാലും ഓരോരുത്തർക്കുള്ള റോളുകളൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നായികരുടെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട്, അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും കുറിച്ചിട്ടായിരുന്നു ട്രോളി പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും കുറേ കാലത്തിന് ശേഷം നല്ലൊരു ദിലീപ് ചിത്രം കണ്ടതിലുള്ളൊരു സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പടം പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് 100% ഉറപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം.